വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. കഴിഞ്ഞ മണ്ഡലകാലം വരെ അയ്യപ്പൻ, ശബരിമല, 18-ാം പടി എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ ഭക്തിമയമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോ എല്ലാവരുടെയും മനസ്സിലൂടെ ഒരു തവണയെങ്കിലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം കടന്നുപോയിട്ടുണ്ടാവും. അതുപോലെ എല്ലാ വർഷത്തെയും പ്രാർത്ഥനകൾക്കൊപ്പം ഇത്തവണത്തെ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അയ്യപ്പനെ കൊള്ളയടിച്ച കള്ളന്മാരുടെ അവസാനം കാണണേ എന്നുള്ളതായിരിക്കും ആ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന കേട്ടിട്ടെന്നോണം അയ്യപ്പന്റെ മുതല് മോഷ്ടിച്ച ഓരോ കള്ളന്മാരും ഓരോരുത്തരായി അകത്തായി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാന വാർത്ത എന്നത് മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ CPM MLA എ പത്മകുമാറിനെതിരെ വലിയ വെളിപ്പെടുത്തൽ ദേവസ്വം ബോർഡിനുള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശബരിമലയിലെ മുതൽ കട്ടുമുടിക്കാൻ വേണ്ടി കള്ളനെ താമസ സ്ഥലം പോലും നൽകി താമസിപ്പിച്ചു കക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ് മുൻ MLA പത്മകുമാർ. അതായത് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നെന്നും പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണെന്നും ജീവനക്കാരുടെ മൊഴിയിൽ പറയുന്നു. പൂജാ ബുക്കിംഗിലും പ്രത്യേക പരിഗണന നൽകിയതോടെ അതിലും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു പത്മകുമാറും സംഘവും പോറ്റിയും. മകനാണെങ്കിൽ യോഗദണ്ഡും മറ്റുമായി ഒരുപാട് സാധനങ്ങളെല്ലാം സ്വർണ്ണഭൂഷാൻ എന്ന പേരിൽ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. അതിൽ തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം നഷ്ടമായി എന്നറിയില്ല. അതിനിടയിലേക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വന്നിരിക്കുന്നത്. അവർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വൃശ്ചികം 1 തന്നെ പരിഗണിക്കും. FIR, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. പിണറായി വിജയന്റെ കൂടി ശിങ്കിടികളായ EDയുടെ ഉദ്ദേശ ശുദ്ധി മനസ്സിലാക്കി മാത്രമേ ഹൈക്കോടതിയും തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ശബരിമല കള്ളന്മാരെ തൂക്കിയെടുക്കാൻ അന്വേഷണം തകൃതിയായി നടക്കുന്നതിനൊപ്പം ശബരിമലയിൽ അയ്യനെ കൺകുളിർക്കെ കാണാൻ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയുണ്ട് എന്നതും പ്രാർത്ഥനയുടെ കാഠിന്യം കൂടുകയാണ്. അതിന്റെ ഫലം കാണുകയും ചെയ്യുന്നു. മുൻ CPM MLAക്കെതിരെ ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. ഇനി ഭക്തർ മല ചവിട്ടുമ്പോൾ പത്മകുമാറിന് അകത്ത് കിടക്കാം.